ഓഗസ്റ്റ് 30 റിലീസാവുന്ന കട്ടപ്പാടത്തെ മാന്ത്രി എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്ന നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട വിനോദനാണ് നമ്മുടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് ഈ കട്ടപ്പാടത്തെ മാന്ത്രി എന്ന സിനിമയിലേക്ക് എത്തുന്നത്? കട്ടപ്പാടത്തെ മാന്ത്രികൻ ശരിക്കും ഒരു അത്ഭുത സിനിമയാണ്. കാരണം അതിൻ്റെ സംവിധായകനായ ഫൈസൽ ഹുസൈൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് കഥ പറഞ്ഞു ആദ്യമായിട്ട്. അപ്പോൾ ഈ കഥ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുള്ള മൂഡുമായിട്ട് എനിക്ക് വന്നിരിക്കുന്നത്. ആദ്യം ഷോർട്ട് ഫിലിം ആയിരുന്നു. അങ്ങനെയാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. അപ്പം എന്നെയും സുരഭി ലക്ഷ്മിയെയും ഒക്കെയാണ് മനസ്സിൽ കണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ അതെ. അപ്പോൾ അയാളൊന്ന് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് കഥ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഫൈസലിനോട്, ഫൈസൽ ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് ഒതുക്കണ്ട, ഇതൊരു ഷോർട്ട് ഫിലിം ആവേണ്ട സിനിമയല്ല, ഇത് ശരിക്കും ഒരു സിനിമയാവണം, ഒരു ബിഗ് സ്ക്രീനിൽ വരണത്. അത്ര നല്ലൊരു കഥയാണ്. കാരണം പ്രണയമുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എന്തോ ഒരു സുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ ഇതിനൊരു സിനിമയൊക്കെ നോക്കുന്നത്. അപ്പോൾ അവൻ അയ്യോ വിനോട്ടാ, സിനിമ ഒന്നും എൻ്റെ മനസ്സിലില്ല, ഞാൻ ചെറിയൊരു ബഡ്ജറ്റിൽ ഇങ്ങനെ ചെയ്യാനൊക്കെ അതൊക്കെ കിട്ടും, പ്രൊഡ്യൂസർക്ക് നീ വിചാരിച്ചാൽ കിട്ടും. കാരണം ഇത്രയും നല്ലൊരു കഥ ഒക്കെ ഒരു പ്രൊഡ്യൂസർ കിട്ടാണ്ടിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവരെ പറഞ്ഞു കിട്ടും. പിന്നെ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു വിനോട്ടാ പ്രൊഡ്യൂസറെ കിട്ടി, നമുക്ക് സിനിമയാക്കാം. അങ്ങനെ സ്ക്രിപ്റ്റ് സിനിമയിലേക്ക് പോകണം. അങ്ങനെ സിനിമ സ്ക്രിപ്റ്റൊക്കെ ആയി കഴിഞ്ഞപ്പം ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യണം, ഷൂട്ടിംഗ് തുടങ്ങണം. കോഴിക്കോടും മലപ്പുറം ജില്ലകളിലൊക്കെ ആയിട്ടാണ് ഷൂട്ടിംഗ്. അപ്പം ഞാൻ നായകൻ്റെ അച്ഛൻ്റെ വേഷമാണ്. കുഞ്ഞിരാമൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. കുറച്ച് പ്രായമുള്ളൊരു ക്യാരക്ടറാണ്. മകന് എനിക്ക് സാധിക്കാതെ പോയ ഒരു ആഗ്രഹം, സ്വപ്നം, അത് മകനിലൂടെ സാധിപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു അച്ഛനാണ് ഞാൻ. അപ്പോൾ മുഴുനീള ഒരു വേഷമാണ്. മുഴുനീള വേഷമാണ്. എൻ്റെ കഥാപാത്രത്തിന് അച്ഛനും മകനും തമ്മിലൊരു സെൻറ്റിമെൻറ്റ്സ് ഒരുപാടുണ്ട് ഇതിനകത്ത്. പെർഫോമൻസ് ചെയ്യാനുണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്യാനുണ്ട് എനിക്ക്. പിന്നെ അതിലുപരി ഞാൻ വിക്കുള്ളൊരു കഥാപാത്രമാണ്. സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പം ടെൻഷൻ വരുമ്പം വിക്ക് കൂടും, സങ്കടം വരുമ്പോഴും ടെൻഷൻ വരുമ്പോഴും. അപ്പോൾ അതൊക്കെ ശരിക്കും വിക്ക് ഫൈസലിനോട് ചോദിച്ചു, വിനോട്ടാ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ ക്യാരക്ടറിന് കൊടുക്കാൻ, അപ്പം നമുക്കൊരു വിക്കനാക്കിയാലോ എന്ന് ചോദിച്ചപ്പം അത് നല്ലതാണെന്ന് പറഞ്ഞു. തുടങ്ങി വെച്ചു, അഭിനയിക്കുമ്പോഴൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുടുങ്ങി. ഡബ് ചെയ്യുന്ന സമയത്ത് ഈ വിക്ക് കറക്റ്റ് വന്നില്ലെങ്കിലേ, അപ്പം ഞാൻ ഈ സിനിമയുടെ ഡബ്ബിങ് ഒരു 6 ദിവസം കൊണ്ടാണ് തീർത്തത്. കാരണം പറ്റുന്നില്ല, കറക്റ്റ് മീറ്ററിന് അത് വന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അത്രയും കറക്റ്റ് ചെയ്തിട്ടാണ് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ K7 സ്റ്റുഡിയോ എന്നാണ് ചെയ്തത്. പിന്നെ അതിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് പ്രിയയാണ്. പ്രിയ നാടകത്തിൽ നിന്നും സിനിമയിലെത്തി. ഇപ്പോൾ സിനിമയിൽ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ആക്ട്രസ്സാണ് പ്രിയ. പ്രിയയും ഞാനും മകൻ്റെയും ഒരു കഥയാണ്, ആ കുടുംബത്തിൻ്റെ കഥയാണ്. പിന്നെ മകൻ്റെ കുറേ സുഹൃത്തുക്കളും, മകൻ്റെ കുട്ടിക്കാലം, പിന്നെ മകൻ്റെ പ്രണയിനി, അവളുടെ കുടുംബം. പിന്നെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷൻ ഭയങ്കര പച്ചപ്പായിട്ടുള്ള സ്ഥലമാണ്. അവിടുത്തെ ജനങ്ങളൊക്കെ ഭയങ്കര സ്നേഹനിധികളായ ജനങ്ങളാണ്. പൊതുവെ ഇപ്പോൾ ഞങ്ങളവിടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട്, അവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുമല്ലോ നമുക്ക്, അതൊക്കെ ഭംഗിയായിട്ട്. അതുപോലെ തന്നെ സിനിമയിലും പച്ചയായ കുറേ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഫൈസൽ ഇതിനകത്ത് വലിയ വലിയ താരങ്ങളൊന്നും കണ്ടിട്ടില്ല, പക്ഷേ സിനിമ വലിയ രീതിയിൽ തന്നെ ഫൈസൽ ചെയ്തിട്ടുണ്ട്, കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. നല്ലൊരു പ്രൊഡ്യൂസർ കിട്ടി, നജീബ് ഖാനുള്ള പ്രൊഡ്യൂസർ. അപ്പോൾ പ്രൊഡ്യൂസറും ഇതിനകത്ത് ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട്. ഒപ്പം പ്രൊഡ്യൂസർ എപ്പോഴും സെറ്റിൽ വരും, കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പോൾ എല്ലാത്തിനും ഫൈസലിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ എനിക്ക് ശരിക്കും ഫൈസൽ ശരിക്കും ഒരു അത്ഭുതമാണ്. ഫൈസൽ ഇതിൻ്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും മാത്രമല്ല, ശരിക്കും ഓൾ ഇൻ ഓൾ ആണ് ഫൈസൽ. അതെ, എല്ലാത്തിനും ഫൈസൽ ഇതിന് ഒരു എന്താ പറയുക, ഭയങ്കര ഡെഡിക്കേഷനാണ് ആൾ. പിന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച ആളുകളെ വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിൽ ഇതിൻ്റെ ഓരോ പ്രോഗ്രസ്സും അറിയിക്കുകയും ഓരോ കഥാപാത്രത്തെക്കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുകയും എല്ലാവരെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഭയങ്കര ഇപ്പോഴേ വൈറലാണ് സാധനം. ഒരുപാട് ആളുകൾ എന്നോട് പലരും ചോദിക്കുന്നത്, എന്താ വിനോദ കട്ടപ്പാടത്തെ മാന്ത്രിക എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ മാന്ത്രികൻ്റെ കഥയാണോ എന്നൊക്കെ ചോദിക്കും. അതെ, ഞാൻ കട്ടപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു ഉൾനാടാണ്, ഗ്രാമാന്തരീക്ഷമുള്ള സ്ഥലം. അവിടുത്തെ ഒരു മാന്ത്രികൻ, ആ മാന്ത്രികന്റെ പ്രത്യേകത എന്താണ്, എന്ത് മാന്ത്രികനാന്ന് ഇപ്പൊ പറയില്ല. ആരാണ് മാന്ത്രികൻ? മാന്ത്രികൻ ഞാനും ആവാം, എൻ്റെ മകനും ആവാം. അതും തിയേറ്ററിൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ മാന്ത്രികനെ കുറിച്ച് അങ്ങനെ കഥ എന്താണെന്ന് ഇപ്പൊ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ല, എന്ത് മാന്ത്രികൻ എന്ന് പലരും ചോദിക്കരുത്, അപ്പൊ അതും പറയുന്നില്ല. അത് തിയേറ്ററിൽ വന്ന ആളുകൾ പറയാൻ പറ്റില്ല, അത് തിയേറ്ററിൽ വന്ന ആളുകൾ കാണട്ടെ എന്നുള്ളതാണ്. പിന്നെ ഇത്
വളരെ നിഷ്കളങ്കമായ ഒരു കഥയാണ്, യാഥാർത്ഥ്യമായൊരു കഥയാണ്. ഇങ്ങനൊരു കഥ ഏത് നാട്ടിലും നടക്കും. ഇങ്ങനൊരു അച്ഛനും മകനും, ഭയങ്കര വൈകാരിക ബന്ധമുള്ള ഒരു അച്ഛനും മകനും. അപ്പോൾ അങ്ങനെ ഒരു കഥ നടക്കും, തീർച്ചയായിട്ടും നടക്കും. പിന്നെ ഈ മകനൊരു പ്രണയമുണ്ട്. ആ പ്രണയിനി വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ്. പിന്നെ ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ ചേർന്നുള്ള കുറേ തമാശകളും, നല്ല കുറേ തമാശകളുണ്ട് സിനിമയിൽ, കുറേ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, നല്ലൊരു പാട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ സിനിമയായിട്ടാണ് കട്ടപ്പാടത്തെ മാന്ത്രികനെ ഞങ്ങൾ കാണുന്നത്. പിന്നെ വലിയ താരപരിവേഷങ്ങളൊന്നും സിനിമയിലില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പം അതല്ലാതെയുള്ള ഒരുപാട് സിനിമകൾ ഇപ്പം ഹിറ്റാവുന്നുണ്ട്. ആ കൂട്ടത്തിൽ കട്ടപ്പാടത്തെ മാന്ത്രികനെയും ജനങ്ങൾ അംഗീകരിക്കും, ജനങ്ങൾ നെഞ്ചിലേറ്റും എന്ന് വലിയ പ്രതീക്ഷയുണ്ട്.